നാളെ എന്തു സംഭവിക്കും എന്നോർത്ത് ഇന്നു തന്നെ വേവലാതിപ്പെടാതിരിക്കുക. നാളെക്കുറിച്ചുള്ള അമിതമായ വേവലാതി നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കുക തന്നെ വേണം. അത് ഇന്നുള്ള ജീവിതത്തിൻ്റെ നിറം കെടുത്തുകയും പരാജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്തുള്ള അമിതമായ വ്യാകുലത നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമാണെന്ന് മനസ്സിലാക്കണം. വരാനിരിക്കുന്നത് വരിക തന്നെ ചെയ്യും. അതിനെ വരുന്നിടത്ത് വെച്ച് നേരിടാമെന്നുള്ള മനോധൈര്യമാണ് വീണ്ടെടുക്കേണ്ടത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സന്തോഷത്തോടെ ഇന്നിൽ ജീവിക്കുക. ഒപ്പമുള്ളവർക്ക് സന്തോഷവും സമാധാനവും പകർന്ന് സ്നേഹിക്കുവാനും പൊറുക്കുവാനും കഴിയേണ്ടതുണ്ട്. സന്തോഷവും സമാധാനപരവുമായ ജീവിതാന്തരീക്ഷം അതിലൂടെ കെട്ടിപ്പടുക്കണം. ഒരാളെ തെറ്റിദ്ധരിച്ചു അകറ്റുവാൻ വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ ചേർത്ത് നിർത്തുക എന്നത് എല്ലാവർക്കും കഴിയണമെന്നില്ല. അതിനൊരു നല്ല മനസ്സിൻ്റെ ഉടമയാകേണ്ടതുണ്ട്. പരാജയമെന്നൊന്നില്ല, മറിച്ച് പരാജയങ്ങൾ അനുഭവ പാഠങ്ങളാണ്. വിജയത്തെക്കാൾ പലപ്പോഴും നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ പരാജയങ്ങൾ. പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാതെ വിജയങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നത് നമ്മെ തെറ്റായ ഒരു ദിശയിലേക്ക് നയിക്കുമെന്ന് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. വിജയങ്ങളെ എന്നപോലെ പരാജയങ്ങളെയും പഠനവിധേയമാക്കുമ്പോഴാണ് വിജയ പദ്ധതികൾക്ക് കൂടുതൽ സമഗ്രത നേടുന്നത്. ജീവിതത്തിൽ വിജയങ്ങളും അനുമോദനങ്ങളും മാത്രമായാൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ സാധിക്കില്ല. ഇടയ്ക്കൊക്കെ പരാജയങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരും. എങ്കിലാണ് നമ്മൾ കരുത്തുറ്റതായ, കൂടുതൽ കരുത്തോടെ മുന്നോട്ടുള്ളതായ ജീവിതത്തിനെ സുഗമമാക്കി തീർക്കുവാൻ സാധിക്കുക.